അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇന്ന് ഞങ്ങളുടെ മദ്രസയിൽ നബിദിനമാണ്. കാലത്ത് അന്യമതത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഒരു കുടിയേറ്റോട് കൂടിയിട്ട് പരിപാടികൾ ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞ് ഡസൻ കണക്കിന് കുട്ടികളെ ആദ്യമായിട്ട് ജാറത്തിലേക്ക് ആനയിക്കുന്നു. അവിടെ പോയിട്ട് കുട്ടികൾക്ക് സന്ദേശം നൽകാനുള്ളത് എന്തെന്നാൽ, കോഴിക്കോട് ജനിച്ചു മരിച്ചുപോയ ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. വല്ലാ നിരത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതെ ഉത്തരം നൽകുമാതെന്നോവർ. വിഷയം മൊയ്തീൻ ശേഖരനെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ വായ കൂടും മുമ്പ് ഉത്തരം ലഭിക്കും. അജ്മീർ ഖാജ, ബദരീങ്ങൾ, ഇവരൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കാണേണ്ടത്. അവരെ വിളിച്ച് തേടണമെന്ന് പറയാറില്ല. പറഞ്ഞ് അത്തരം ഒരു കോലത്തിലേക്കാണ് വിശ്വാസം വളർന്നു വരുന്നത്. CM മടവൂർ, ചിറ്റടിമീത്തിൽ അബൂബക്കർ ഞങ്ങളുടെ അള്ളയാണെന്ന് പറയാൻ ഞങ്ങൾക്ക് പേടിയില്ലടോ എന്നാണ് മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 അള്ളയായി. ഇനി ഒരു അള്ളയും കൂടി വേണം. അതിന് പ്രഗത്ഭനായിട്ടുള്ള മഹാനായിട്ടുള്ള അജ്മീർ ഖാജ, അദ്ദേഹത്തെയും കൂടി അള്ളയാക്കി കഴിഞ്ഞാൽ നമുക്ക് 3 അള്ളയായി. 3 അള്ള വേണം. കാരണം ക്രിസ്ത്യാനികൾക്ക് 3 ശക്തികളാണുള്ളത്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പോൾ നമുക്ക് അള്ളാഹുവും CM മടവൂരും പിന്നെ അജ്മീർ ഖാജയും. അപ്പോൾ നമുക്ക് 3 എണ്ണം വേണം. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടില്ലേ, ഉണ്ണിയേശുവിനെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് പോലെ ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജാറത്തിൽ പോയിട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, അള്ള പറയുന്നില്ല ഖുർആനിൽ, എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ നാഡീ നരമ്പിനോട് അടുത്തിരിക്കുന്നു എന്ന് പറയുമെന്നുള്ള പറയുന്നില്ല. അതൊക്കെ ശരി തന്നെയാണ് ഉസ്താദ് പറയുന്നത്, അതൊക്കെ ശരി തന്നെയാണ്, ഒരു സംശയമില്ല. അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് പകരം ഇടനിലക്കാരെ നിർത്തിക്കൊണ്ട് വസീല, തവസ്സൽ, ഹക്ക് ജാഹ് ബർക്കത്ത്, ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുക. ഒരു ഇലക്ട്രിക് ജനറേറ്ററിൽ നിന്ന് കറണ്ട് ഡയറക്റ്റ് എടുക്കാൻ പറ്റൂല. ലൈൻമാൻ വേണം. ജഡ്ജിനോട് കാര്യങ്ങൾ നേരിട്ട് പറയാൻ പറ്റൂല. വക്കീൽ വേണം. അപ്പം നമ്മളുടെ ഇടനിലക്കാരാണ് അവരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അവരിൽ കൂടെയാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത്. ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇറാഖിൽ ഒരു വലിയ അമ്പലമുണ്ടായിരുന്നു. ആ അമ്പലത്തിനകത്ത് അന്ന് ഒരു ഉറൂസ്, മറ്റൊരു നാട്ടിൽ, പുറം നാട്ടിൽ ഉറൂസ് നടക്കുമ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി അതിലേക്ക് പോയി. ഇബ്രാഹിം അലൈഹിസ്സലാം അമ്പലത്തിനകത്ത് കയറിയിട്ട് എല്ലാ ബിംബങ്ങളെയും തകർത്തു. എന്നിട്ട് കോടാലി വലിയ ബിംബത്തിൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു. ആളുകൾ വന്നിട്ട് ചോദിച്ചു, ഇതെന്ത് പറ്റി ഇബ്രാഹിം, എങ്ങനെയാണിത്? അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, എന്നോടാ ചോദിക്കുന്നത്, നിങ്ങളുടെ ദൈവമല്ലേ, വലിയ ആൾ മരിച്ചിട്ടില്ലല്ലോ, മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ, ചോദിക്ക്. അപ്പോൾ അവിടെ തൗഹീദ് ഉണ്ടായി. അങ്ങനെ ആളുകൾക്ക് ഇറാഖിൽ നിന്ന് വീണ്ടും ലോകം മുഴുവൻ അള്ളാഹുവിനെ മാത്രം വിളിച്ചാരാധിക്കണമെന്നുള്ള സന്ദേശം വന്നു. അങ്ങനെ നമ്മളും അത് ഉൾക്കൊണ്ടു. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ ജനറേഷൻ ഉൾക്കൊണ്ട് വെറും തൗഹീദിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പോയി വന്നിട്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാത്തയും മനാത്തയും ഒക്കെ കൂടിയായിട്ട് അവരൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ഇടനിലക്കാർ എന്ന് പറഞ്ഞ് അവരെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് കഅബ കാത്തു വെച്ചു. എത്ര എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെയും ബിംബങ്ങൾ ഉണ്ടാക്കി കഅബക്കകത്ത് വെച്ചു. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് എല്ലാം എടുത്ത് കളഞ്ഞ് പൊളിച്ച് നാശാക്കി തൗഹീദിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നു. ആ തൗഹീദിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ വീണ്ടും ഇടനിലക്കാരുണ്ടാക്കുകയാണ്. നമുക്ക് ബദരീങ്ങൾ വേണം, പിന്നെ അജ്മീർ ഖാജ വേണം, CM മടവൂർ വേണം. ഇങ്ങനെ ഉള്ള ആൾദൈവങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അതിപ്പോൾ വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ. കുറേ കഴിയുമ്പോൾ ഇപ്പോൾ ഉണ്ണി നബിയെ ഉണ്ടാക്കിയില്ല. അതേപോലെ ഇവരുടെയൊക്കെ രൂപങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടാവുകയും അവർക്കൊക്കെ ഒരു ജാറങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിലേക്ക് നയിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കുട്ടികളെ ജാറത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. എന്നിട്ട് ആ കുട്ടികൾക്കാണ് നമ്മൾ ഭക്ഷണം കൊടുത്ത് അവരെ വളർത്തി വലുതാക്കുന്നത്. ഇത്തരം ആദർശങ്ങൾ വളർത്തി വലുതാക്കുന്ന സമയത്ത് അതിൽ പങ്കെടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വിട്ടുനിൽക്കുന്നത്. എൻ്റെ സേട്ടു സഹോദരങ്ങളോട് എനിക്ക് വളരെ സഹതാപമുണ്ട്.
തൗഹീദിൽ നിന്ന് വഴിതെറ്റിച്ചിട്ട് കുഫറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി നിങ്ങൾ നബിദിനമൊന്നും പറഞ്ഞിട്ട് അതിന് കാശ് കൊടുത്തിട്ടുള്ള വ്യക്തികളെ ചിന്തിച്ച് നോക്കുക. അള്ളാഹ് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ ചിന്തിക്കാനുള്ള ശേഷി വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് വിഷയം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലാ ഹൗല വലാ ഖുവത